ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദി का प्रथम कवि विभिन्न इतिहासकारों व विद्वानों के अनुसार എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഹിന്ദി का प्रथम कवि कौन है, इस संबंध में विद्वानों के बीच मतभेद है. विभिन्न इतिहासकारों व विद्वानों के अनुसार हिंदी का पहला कवि निम्नलिखित बताया गया है. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പല എക്സാമിനും ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് രാംകുമാർ വർമ്മയുടെ മതാനുസാർ ആരാണ് ഹിന്ദിയുടെ പ്രഥം കവി, അല്ലെങ്കിൽ രാഹുൽ സാങ്കൃത്യായൻ, ഹസാരി പ്രസാദ് ദ്വിവേദി, രാമചന്ദ്ര ശുക്ല ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു കോഡ് ക്ലാസ്സിലൂടെ നമുക്കിതൊന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഞാനൊരു കോഡിലൂടെയാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഡോക്ടർ രാംകുമാർ വർമ്മ के अनुसार हिंदी के प्रथम कवि സ്വയംഭൂ ആണല്ലോ. അപ്പോൾ രാമൻ എന്താണ്, സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്തത് രാഹുൽ സാങ്കൃത്യായൻ के अनुसार हिंदी के प्रथम कवി സിദ്ധ് സർഹപ്പയാണ് അല്ലേ. അപ്പോൾ എന്താണ്, രാഹുൽ സാങ്കൃത്യായൻ എന്ന് പറയുമ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധിനെ എന്താണ് അഭിസംബോധന ചെയ്യുക, സർ എന്നാണല്ലോ. അപ്പോൾ സർഹപ്പയുടെ ആ സർ എടുക്കുക. അപ്പോൾ രാഹുൽ സാങ്കൃത്യായൻ സർ ആണ്, അല്ലെങ്കിൽ സർ രാഹുൽ സാങ്കൃത്യായൻ എന്ന് പഠിക്കുക. അടുത്തത് ശിവസിംഗ് സേങ്കർ के अनुसार हिंदी के प्रथम कवि പുഷ്പദന്ത് യാ പുണ്ട്, പുഷ്യ യാ പുണ്ട് എന്നും കാണാറുണ്ട്. അപ്പോൾ എന്താണ് ശിവസിംഗ് സേങ്കർ, അപ്പം നമുക്ക് പരമശിവൻ, ശിവന് നമ്മളെന്താണ് പുഷ്പം നൽകും അല്ലേ, പൂവ് നൽകാറുണ്ട് അർച്ചനയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പൂജ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. അടുത്തത് ചന്ദ്രധർ ശർമ്മ ഗുലേരി ആണ് അല്ലേ. ചന്ദ്രധർ ശർമ്മ ഗുലേരി के अनुसार हिंदी के प्रथम कवि രാജാ മുഞ്ചാണ്. അപ്പം എന്താണ്, പണ്ട് മൗര്യ സാമ്രാജ്യത്തിലെ രാജാവാണല്ലോ ചന്ദ്രഗുപ്ത മൗര്യൻ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ചന്ദ്രഗുപ്ത ആ ഒരു ചന്ദ്രൻ അപ്പോൾ രാജാവാണ്, രാജാ മുഞ്ച് എന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ആചാര്യ രാമചന്ദ്ര ശുക്ല के अनुसार हिंदी के प्रथम कवि രാജാ മുഞ്ചുവ രാജാ ഭോജാണ്. അപ്പോൾ ഇതിലും നമുക്ക് രാമൻ രാജാവാണല്ലോ, ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ഗണപതി ചന്ദ്രഗുപ്ത के अनुसार हिंदी के प्रथम कवि ശാലിഭദ്ര സൂര്യാണ്. അപ്പോൾ എന്താണ് ഗണപതി എന്താണ്, ഗണപതിക്ക് എന്താണ് സൂര്യ ഭഗവാൻ ഗണപതി, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ സൂര്യനെ ഗണപതിക്ക് ഇഷ്ടമാണ്, ഗണപതിക്ക് സൂര്യനെ ഇഷ്ടമാണ്, സൂര്യനെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് രീതിയിലൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. അടുത്തത് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി के अनुसार हिंदी के प्रथम कवि അബ്ദുറഹ്മാൻ മാനാ ഹെ. അപ്പം ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിക്ക് എന്താണ് അബ്ദുറഹ്മാനെ, അല്ലെങ്കിൽ ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിക്ക് AR റഹ്മാനെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ, അബ്ദുറഹ്മാൻ്റെ ഷോർട്ട് AR ആണല്ലോ, ARനെ ഇഷ്ടമാണ്, അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. അടുത്തത് ബച്ചൻ സിംഹ് के अनुसार ഹിന്ദിക്ക് പ്രഥം കവി വിദ്യാപതിയാണ്. അപ്പം എന്താണ്, ബച്ചൻ സിംഹിന് വിദ്യ ഉണ്ട്, അല്ലെങ്കിൽ അല്ലേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ബച്ച എന്ന് പറഞ്ഞ കുട്ടിയാണല്ലോ, കുട്ടിക്ക് വിദ്യയുണ്ട്, അത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് വെച്ച് കണക്ട് ചെയ്യുക. അപ്പം എന്താണ്, ബച്ചന് വിദ്യയുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യയുണ്ട് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അടുത്തത് മിശ്രബന്ധുവും ഓർ ബാബു ശ്യാം സുന്ദർ ദാസ് ആണ്. ആരെയാണ് ഹിന്ദിക്ക് പ്രഥം കവിയായിട്ട് അംഗീകരിച്ചത്, ചന്ദ് ബർദായിനെ. അപ്പോൾ മിശ്രബന്ധുക്കൾക്കും ബാബു ശ്യാം സുന്ദർ ദാസിന് എന്താണ് ചന്തങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ കഴിവുണ്ട് എന്നുള്ള രീതിയിൽ എടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ ബാബു ശ്യാം സുന്ദർ ദാസ് അദ്ദേഹം സർഹപ്പയെയും ഹിന്ദിക്ക പെഹല കവി എന്നുള്ള രീതിയിൽ ഒരു ബുക്കിൽ കണ്ടു. അപ്പോൾ ബാബു ശ്യാം സുന്ദർ ദാസ് സർഹപ്പ എന്നും കാണുന്നുണ്ട്, പിന്നീട് ഒരു ബുക്കിൽ ചന്ദ് ബർദായി എന്നും കണ്ടു. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്തതാണ് ഇതിൽ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒന്ന് കാണുമ്പോൾ ഓപ്ഷൻസൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഒരിക്കലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പേരിൽ നമുക്കൊരു മാർക്ക് മിസ്സായി പോകരുത് കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുക. ധന്യവാദം.